ബന്ധങ്ങളെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു വന്നിരിക്കുകയാണ്. അപ്പം ബന്ധങ്ങൾ നമുക്ക് കുറച്ച് സുരക്ഷിതത്വ ബോധം നൽകുന്ന ഒന്നാണ്. അതായത് നമ്മൾ എപ്പോഴും മനുഷ്യരെല്ലാവരും തന്നെ നല്ല ബന്ധങ്ങൾ സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പം അറിയപ്പെടുന്ന ഒരു വ്യക്തി നമ്മളുടെ പരിചയക്കാരനാണെന്നോ ബന്ധുവാണെന്നോ ഒക്കെ പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. നേരെ മറിച്ച് സമൂഹത്തിന് ഭീഷണിയായി നിൽക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയാണ് നമ്മുടെ ബന്ധത്തിലുള്ളതെങ്കിൽ നമുക്കത് പറയാൻ ഭയങ്കര നാണക്കേടായിരിക്കും. അല്ലേ, ഇന്ന ആളാണ്, നമ്മുടെ സ്വന്തമാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കതൊരു നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യമാണല്ലേ. അപ്പോൾ നല്ല ബന്ധങ്ങൾ എപ്പോഴും സമൂഹം അംഗീകരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തുള്ള ബന്ധങ്ങൾക്ക് സമൂഹം എപ്പോഴും ഒരു പ്രാധാന്യം കൊടുക്കും. നേരെ മറിച്ച് മോശമായിട്ടുള്ള ബന്ധമാണെങ്കിൽ ഒരിക്കലും സമൂഹം അത് അംഗീകരിക്കില്ല, അത് ആരൊക്കെ തമ്മിലുള്ളതായാലും. നമ്മളെല്ലാവരും തന്നെയും സമൂഹത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മളെന്ത് തീരുമാനമെടുക്കുമ്പോഴും ചുറ്റുമുള്ളവരെക്കുറിച്ച് അല്ലെങ്കിൽ ഈ സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. പലപ്പോഴും പല ബന്ധങ്ങളും നിലനിന്ന് പോകുന്നത് തന്നെ ഈ സമൂഹത്തിനെ ഓർത്തിട്ടായിരിക്കും. മറ്റുള്ളവരെന്ത് പറയും, ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതി മൂലമായിരിക്കും പല ബന്ധങ്ങളും പിരിയാതെ മുന്നോട്ട് പോകുന്നത് അല്ലേ. അപ്പം അങ്ങനെ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സമൂഹത്തിനെ സംബന്ധിച്ച് തെറ്റും ശരിയും എന്താണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാൻ പറ്റും. നമുക്ക് തീർച്ചയായിട്ടും അറിയാം സമൂഹം തെറ്റായ കണ്ണുകളിലൂടെ കാണുന്ന ബന്ധം എങ്ങനത്തെയാണ്, ഏതാണ് സമൂഹം അംഗീകരിക്കുന്ന ബന്ധം, ഇതെല്ലാം നമുക്ക് വ്യക്തമായൊരു ധാരണയുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ തെറ്റായ ബന്ധത്തിലേക്ക് ഇറങ്ങിപ്പോകാറുണ്ട്. അതാണ് നമ്മുടെ മനസ്സിൻ്റെ ഒരു പാകതയ്ക്ക് അതീതമായി നിൽക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ മനസ്സാണ് നമ്മളെ ആ സമയത്ത് തെറ്റാണെങ്കിലും ആ ഒരു ബന്ധത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. സമൂഹത്തിന് ആ ബന്ധം കൊണ്ട് മോശം എന്ന വാക്ക് നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ എങ്കിലും നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ സംബന്ധിച്ച് കിട്ടുന്ന വലിയൊരു സന്തോഷമായിരിക്കും അത്തരത്തിലുള്ള ചില ബന്ധങ്ങൾ. അങ്ങനെയുള്ള ബന്ധങ്ങൾ ഉണ്ടായിക്കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ചിന്തിക്കും, എന്ത് സമൂഹം, എന്ത് മറ്റുള്ളവർ, എനിക്ക് എൻ്റെ സന്തോഷമാണ് വലുത് എന്ന് നമ്മൾ ചിന്തിക്കും. അത് സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നുന്ന കാര്യമാണ്. നമ്മൾ ചെയ്യുന്ന നമ്മൾ ഉണ്ടാക്കിയെടുത്ത ബന്ധം തെറ്റാണ് എന്ന് 100% നമുക്കറിയാമെങ്കിലും നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് മാത്രം പല ബന്ധങ്ങളും മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ അത്തരത്തിലുള്ള ബന്ധങ്ങൾ ആദ്യകാലങ്ങളിൽ നമുക്ക് ഒരുപാട് സന്തോഷമൊക്കെ തരുമായിരിക്കും. പിന്നീട് ചില ബന്ധങ്ങൾ നമുക്കൊരു ബാധ്യതയായി മാറും. ഇത് വേണ്ടിയിരുന്നില്ല എന്ന ഒരു ചിന്താഗതിയിലേക്ക് പോകും. പക്ഷേ അപ്പോഴേക്കും നമുക്കെന്താണ്, സമൂഹം മറ്റ് പല പേരുകളും അല്ലെങ്കിൽ പല മോശമായ സാഹചര്യവും സമൂഹം നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി തന്നിരിക്കും. തെറ്റ് പറ്റാത്തവർ ആരുമില്ല. പക്ഷേ സമൂഹം എന്ന് പറയുമ്പം ഈ തെറ്റ് ചെയ്തവരുടെയും ശരി ചെയ്തവരുടെയും അല്ല തെറ്റും ശരിയിലും ഒന്നും പെടാത്തവരുടെയും എല്ലാവരുടെയും കൂടെ കൂട്ടമാണ് ഈ സമൂഹം എന്ന് പറയുന്നത്. അവിടെ തെറ്റ് ചെയ്തവരെ വീണ്ടും ക്രൂശിക്കപ്പെടുന്നവർ കാണും. ഒരു തെറ്റും ചെയ്യാത്തവരെ ക്രൂശിക്കപ്പെടുന്നവരും ഉണ്ട്. അപ്പം ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്കൊരു വിലങ്ങുതടി എന്ന് പറയുന്ന പോലെ ഒന്ന് തന്നെയാണ്. നമുക്ക് ചില സമയത്ത് അതിൽ നിന്ന് മാറിപ്പോവാൻ കഴിയണമെന്നില്ല. ചില ബന്ധങ്ങളിൽ വിട്ടുപോയി കഴിഞ്ഞാൽ ആ ബന്ധത്തിൽ നിന്ന് നമുക്ക് മാറാൻ കഴിയുകയില്ല. നമ്മൾ അതിൽ കിടന്നങ്ങ് നീറി അതിൽ തന്നെ അവസാനിക്കുകയായിരിക്കും ഉണ്ടാകുക. അങ്ങനെ നമ്മൾ പറയുമ്പോൾ നമ്മളുടെ മനസ്സിൻ്റെ എന്തെല്ലാം ചിന്തകളാണ് ആ സമയത്ത് വേട്ടയാടുക.
ചിലപ്പോൾ നമ്മൾ ഓർക്കും ഇങ്ങനൊരു ബന്ധം ഉണ്ടായതുകൊണ്ടല്ലേ നമുക്ക് ഈ അവസ്ഥ ഉണ്ടായത്, ഇതിൽ നിന്നൊരു മോചനം ഉണ്ടാവാൻ പോകുന്നില്ല, എന്തിനിങ്ങനൊരു ജീവിതം അവസാനിപ്പിക്കാം എന്നൊക്കെ കരുതുന്ന സാഹചര്യം ചിലപ്പോൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ആ സമയത്ത് നമുക്ക് ആരുടെയും ഒരു സഹായം പോലും ഉണ്ടാകണമെന്നില്ല. പക്ഷേ നമ്മളതിനെയെല്ലാം മറികടന്ന് മുന്നോട്ട് പോകുവാനുള്ള ഒരു അവസരം എന്തായാലും നമ്മൾ തന്നെ പലപ്പോഴും കണ്ടെത്തും. കാരണം നമുക്ക് മുന്നോട്ട് ജീവിതം കിടക്കുകയാണ്, അപ്പോൾ അത് മുന്നോട്ട് പോയല്ലേ പറ്റുള്ളൂ. ചിലരെന്ത് ചെയ്യും, വേണ്ട ഇതിങ്ങനെയൊക്കെ മതി നിർത്തിയേക്കാം എന്ന് കരുതി ചില ബന്ധങ്ങളിൽ നിന്ന് രക്ഷപ്പെടാറുണ്ട്. അത് പക്ഷേ അതുപോലത്തെ ഒരു മനസ്സ് ഉള്ളവർക്കേ കഴിയുള്ളൂ. അല്ലാത്തവരെന്ത് ചെയ്യും, അതിൽ നിന്ന് എങ്ങനെ പുറത്തേക്ക് പോരും എന്നറിയാതെ കിടന്ന് ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ടും. ആ സമയത്ത് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരാൻ, ഒന്ന് കേൾക്കാൻ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ഒരുപാട് ആഗ്രഹിക്കും. പക്ഷേ ആരും അത് മനസ്സിലാക്കാത്തത് ആ സമൂഹം അങ്ങനത്തെ ഒരു സമൂഹമായതുകൊണ്ട് തന്നെയാണ്. ഇപ്പം ഞാനീ പറയുന്ന സമയത്ത് ഓരോരുത്തർക്കും അവരവരുടെ ജീവിതത്തിലുള്ള ബന്ധങ്ങൾ എന്തൊക്കെയാണെന്നും അതിൽ ചിലവ തെറ്റായി പോയി അല്ലെങ്കിൽ വേണ്ടിയിരുന്നില്ല എന്നൊക്കെ തോന്നുന്ന ബന്ധങ്ങൾ കാണും. ഇപ്പം ഞാനീ പറയുമ്പോൾ വിചാരിക്കുമ്പോൾ എല്ലാം മോശമായ ബന്ധങ്ങളെക്കുറിച്ച് മാത്രമല്ല, നമ്മളൊരു വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന ബന്ധങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള ചിന്തകൾ നമ്മളെ അലട്ടുക തന്നെ ചെയ്യും. എന്താ പറയുക, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നൊരവസ്ഥയിലൊക്കെ പറയുന്ന പോലെ എത്തിച്ചേരുന്ന കുറേ ബന്ധങ്ങളുണ്ട്. കുട്ടികൾക്ക് വേണ്ടി ജീവിതം ഇങ്ങനെ മാറ്റി വച്ചേക്കുകയാണ്, വേറെ ഒന്നും ചെയ്യാനില്ല, ഇങ്ങനെയൊക്കെ ചിന്തിച്ച് വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. നമ്മളൊരു മോശമായ ബന്ധത്തിലേക്ക് വീണുപോയി, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ആ ബന്ധത്തിൽ നിന്നും പുറത്തേക്ക് വരുവാനായിട്ട്? ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കൊപ്പം നിൽക്കാൻ ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടാവും. അതിനൊരു മാറ്റവുമില്ല. നിങ്ങൾക്കതിൽ ധൈര്യമില്ല, ഇനിയും ഇതൊക്കെ അനുഭവിച്ച് മുന്നോട്ട് പോകാം എന്നങ്ങ് തീരുമാനിക്കുകയാണെങ്കിൽ അതിനപ്പുറത്ത് നിങ്ങളെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല. ആദ്യമേ നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അതിൽ നിന്ന്, ആ ബന്ധത്തിൽ നിന്ന് രക്ഷപ്പെടണോ വേണ്ടയോ എന്ന് നമ്മൾ ആദ്യം തീരുമാനിക്കണം. ഒരു ദിവസം രാവിലെ എണീച്ചിരുന്നാൽ ഇന്ന് തീരുമാനിക്കുകയാണ് ആ ബന്ധത്തിൽ നിന്ന് മാറാം എന്ന് ചിന്തിക്കാൻ പറ്റത്തില്ല. നമ്മൾ കുറച്ച് ദിവസമെങ്കിലും എടുത്ത് നന്നായിട്ട് ആലോചിച്ചതിന് ശേഷം അങ്ങനൊരു തീരുമാനം എടുത്തതിന് ശേഷം ആ തീരുമാനം കൊണ്ട് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും പോരായ്മകളും അത് നേരിടുമ്പോഴുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളും എല്ലാം തന്നെയും നമ്മൾ നന്നായി ആലോചിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം നമ്മൾ ഇത്രയും നാൾ ഈ ബന്ധം മൂലം ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങളെക്കാൾ വലുതല്ല മറ്റൊന്നും എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ബന്ധം നമുക്ക് വേണ്ടാന്ന് വയ്ക്കാം. തീർച്ചയായിട്ടും നമുക്ക് ആരെങ്കിലും ഒരാളെങ്കിലും കാണും നമുക്ക് എന്തെങ്കിലും ഒന്ന് ചോദിക്കുകയോ പറയുകയോ ചെയ്യാൻ. ചിലയിടത്ത് നമ്മൾ പേടിയുണ്ട്, അല്ലെങ്കിൽ അവരെന്ത് കരുതും എന്ന് കരുതിയിട്ട് ചിലരോട് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാറില്ല. പക്ഷേ നമുക്കൊരാവശ്യം വന്നാൽ തീർച്ചയായിട്ടും നമ്മൾ അത് പറയാനായിട്ട് ഒരാളെ കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കും അവർക്ക് വലിയ താല്പര്യം കാണില്ല നമ്മൾ പറയുന്നത് കേൾക്കാൻ, അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും, ഇങ്ങനെയൊക്കെ ചിന്തിക്കും. പക്ഷെ അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കില്ല. ഒരാൾക്ക് ഒരു പ്രശ്നമുണ്ട്, അത് അവരുടെ ജീവിതത്തെ ബാധിക്കും എന്നൊക്കെ ഉള്ള തോന്നൽ ഉണ്ടായാൽ
ഈ കേൾക്കുന്ന ആൾ തീർച്ചയായിട്ടും കൂടെ നിൽക്കും. അവർക്കറിയാവുന്ന കാര്യങ്ങൾ അവർ പറഞ്ഞ് മനസ്സിലാക്കുക തന്നെ ചെയ്യും. അപ്പം നമ്മളങ്ങനെ ഓർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട. ചില സമയത്ത് നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രക്ഷപ്പെടുന്നതിന് തുല്യമായിരിക്കും. കാരണം അങ്ങനെ ഒരു ബന്ധം വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് പല നേട്ടങ്ങളും നമ്മളെ തേടി വരും അല്ലേ. ഒരു വാതിൽ അടഞ്ഞാൽ 9 വാതിൽ തുറക്കപ്പെടുമെന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള നിരവധി അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും അല്ലേ. നമ്മുടെ മനസ്സ് ശാന്തമാകാൻ തുടങ്ങും. ഒരു അനാവശ്യ ബന്ധത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങി വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിന് ഒരുപാട് മാറ്റങ്ങൾ വരും. ബുദ്ധി കുറച്ചുകൂടെ തെളിഞ്ഞു വരും. അപ്പോഴെന്താണ്, അത് നമ്മളെ പുതിയ പുതിയ ചിന്തകളിലേക്കും താല്പര്യങ്ങളിലേക്കും നയിക്കും. പുതിയ ആശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകും. നമ്മുടെ ടെൻഷനുകളും പ്രശ്നങ്ങളും ഒന്നും ഇല്ലാതെ എന്താണ് നന്നായിട്ട് ആലോചിച്ചാൽ പല പല ആശയങ്ങളും നമ്മുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരും. അത്തരത്തിൽ നമ്മൾ ആലോചിച്ച് നമ്മുടെ ഭാവിയെക്കുറിച്ച് പല കാര്യങ്ങളും തീരുമാനമെടുക്കണം. അങ്ങനെ ഉറച്ച തീരുമാനവുമായി മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ വിജയിക്കുവാനും കഴിയും. ഓക്കെ, ബാക്കി അടുത്ത വീഡിയോയിൽ.